നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേണ്ട, തൊടരുത്, മാറി നിൽക്ക്. ശ്യാമേ വേണ്ട, വേണ്ട ശ്യാമേ, പറയുന്ന കേക്ക് ശ്യാമേ, വേണ്ട. സാർ അടുത്തേക്ക് വരരുത്. ശ്യാമേ, കർപ്പൂരം തട്ടിക്കളയരുത്. അങ്ങനെ ചെയ്താ എനിക്ക് എന്റെ ജീവൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ചെയ്യരുത്. വേണ്ട ശ്യാമേ, ചെയ്യരുത് ശ്യാമേ. എനിക്കിത് പൂർത്തിയാക്കണം, എന്നാലേ സമാധാനം കിട്ടും. സാർ എന്നെ തടയരുത്, ഇതെന്റെ അപേക്ഷയാണ്. ശ്യാമേ വേണ്ട, ശ്യാമേ. ശ്യാമേ, 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 എന്താ പറ്റി ശ്യാമേ? ശ്യാമേ, 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 കണ്ണൂർക്ക്. ശ്യാമേ, ശ്യാമേ, കരയാതെ ശ്യാമേ, ശ്യാമേ. കരയുന്ന ശ്യാമേ, ശ്യാമേ, ശ്യാമേ.
സർ, എടോ ഇത് അമ്പലോ? ഈ കടങ്ങളൊക്കെ എങ്ങനെയാ സാർ ഞാൻ തീർക്കുന്നത്? എനിക്ക് വേണ്ടി മാത്രമായിട്ട് വന്ന് പൂജകളൊക്കെ നടത്തുന്നു. തനിക്ക് വേണ്ടിയല്ല, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് നടത്തിയത്. അവൾ ഇന്ന് വലിയൊരു കമ്പനിയുടെ പ്രധാന ഉദ്യോഗത്തിൽ കയറുക. അവളൊരു പാവെന്ന് വെച്ചാ പഞ്ചപാവം. ആ പാവത്തിന് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അവൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ എനിക്ക് വേണ്ടിയാ. അവളുടെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. എടോ, അങ്ങനെയുള്ള തനിക്ക് വേണ്ടി വഴിപാട് നടത്തിയാൽ പുണ്യം കിട്ടുന്നത് എനിക്കല്ലടോ. ഡോഡോ, അമ്പലത്തിൽ വന്നിട്ട് എന്നെ തൊഴുന്നോ? ദൈവം ദേ അവിടെ. സാർ എനിക്കൊരു ദൈവം തന്നെയാ. സാറിനെ തൊഴുന്ന എന്തിനാന്ന് ആ ദൈവത്തിന് മനസ്സിലാവും. സത്യത്തിൽ തനിക്കൊരു സസ്പെൻസ് ആവട്ടെ എന്ന് വെച്ചാ ഞാൻ അമ്പലത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ. പക്ഷേ തനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഇവിടെ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഞാൻ പിന്നീട് ഉറപ്പിച്ചു. ഒറ്റയ്ക്ക് വന്നു, പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചേ? അത് പറയില്ല. അത് എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. പ്ലീസ് സർ, എനിക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാൻ എനിക്ക് വലിയ ആഗ്രഹ. അതുകൊണ്ട് ചോദിച്ചതാ. അമ്പലത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നതേ രഹസ്യമായിട്ടാ, പറയാൻ പാടില്ല. എങ്കിതേ ആരും കേൾക്കാതെ എന്റെ ചെവിയിൽ പറഞ്ഞാ മതി എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്താന്ന്. ഇതാണ് പ്രാർത്ഥിച്ചത്. വാ, നമുക്ക് ഒന്നിച്ചു പോയി തൊഴുതിട്ട് വരാം. ഇന്നത്തെ ദിവസം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് സാർ. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് ഏറ്റവും ഐശ്വര്യമുള്ളൊരു ചെടി നട്ട് നനയ്ക്കണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കുഞ്ഞുനാൾ മുതലേ എനിക്ക് പ്രിയപ്പെട്ടതാ സാർ ഈ ചെമ്പരത്തി. ചെടിയും പൂവും ഒക്കെ എനിക്കിഷ്ടാ. തന്റെ ഇഷ്ടങ്ങളൊക്കെ എന്റെ ഇഷ്ടങ്ങളായതുകൊണ്ട് എനിക്കും പ്രിയപ്പെട്ടതാടോ ഈ പൂവ്. എന്തായാലും എന്റെ ഭാര്യ ഓഫീസിൽ പുതിയൊരു പദവിയിൽ കയറുന്ന എന്റെ ഓർമ്മയ്ക്കായിട്ട് എന്നും ഈ ചെടി നമ്മുടെ ജീവിതത്തിലുണ്ടാവും. വെള്ളം ഒഴിക്കണ്ടേ? എടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.